ഞാൻ ഐഷ ജന്ന, സ്വദേശം മലപ്പുറമാണ്. 2013 ഞാൻ SLC കഴിയുന്നത്. അതിനുശേഷം ഡിപ്ലോമ ആർക്കിടെക്ചർ കഴിഞ്ഞ് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ പോയി. +2 കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. പിന്നീട് ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കയറിയതിനു ശേഷം പ്രൊമോഷൻ ടെസ്റ്റിനെയൊക്കെ ബാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇനി എപ്പോഴെങ്കിലും ബാധിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ +2 ചെയ്യണം എന്ന് ചിന്തിക്കുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കൊരു ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ NOSനെ കുറിച്ച് അറിയുന്നത്, ഓപ്പൺ സ്കൂളിങ്ങിനെ കുറിച്ച്. അങ്ങനെ NOSലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് പഠിക്കാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ തന്നെ ഒറ്റക്ക് പഠിച്ചു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് തന്നെ 10-11 വർഷത്തോളം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അറബിക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്തു. ഹർക്കത്തൊന്നുമില്ല. ഇനിയാണെങ്കിലും അറബിയായിട്ട് ഒരുപാട് ടച്ച് ഒന്നും ഇല്ലാതെ ഖുർആന് മാത്രം ഓതിയും ഇനി തഫ്സീറൊക്കെ വല്ലപ്പോഴും വായിച്ചുള്ള പരിചയമുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അറബി ഭയങ്കര ടഫായിട്ട് തോന്നി. ആ സമയത്താണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് എവിടെയാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പലതിലും വിളിച്ചു നോക്കി, ഇനി എവിടെയെങ്കിലും അറബിക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ടോ, ആരും കൊടുക്കുന്നില്ല. ആ സമയത്താണ് ഈ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ അറബിക് വില്ല എന്നും പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വെറുതെ മെസ്സേജ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ സാറ് നമ്മൾ ആഡ് ചെയ്തു. ഫസ്റ്റ് ഒക്കെ എന്താണ് സംഭവിക്കുന്നത് തന്നെ മനസ്സിലായിരുന്നില്ല, കാരണം അറബിക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഞാൻ കണ്ടത്. പക്ഷേ NOSന്റെ സിലബസ് അത്യാവശ്യം ടഫ് ആണെങ്കിൽ പോലും സാറിന്റെ ക്ലാസ് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു, പറയാതിരിക്കാൻ വയ്യ. സാറ് ടൈമിനനുസരിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്ത് ഓരോ ഡീറ്റെയിലും, ഇനി റിവിഷൻ ക്ലാസ് പോലെ ലാസ്റ്റ് എക്സാം അടുപ്പിച്ച് അതും തന്നു. റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ മാത്രമല്ല, കൂടെ അതിലുള്ള സ്റ്റുഡൻസും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ നല്ല എക്സാം നന്നായിട്ട് സ്കോർ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് പാസ്സായി കിട്ടിയാൽ മതിയെന്നു ആഗ്രഹിക്കുന്ന ഒരാള് 80 മാർക്സോളം സ്കോർ ചെയ്താൽ ഊഹിക്കാലോ എത്രത്തോളം ആ ക്ലാസ് എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് അറബിക് വില്ല. അത് ഒരു പേഴ്സൺ നടത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യേയില്ല. അത്രയും നന്നായിട്ടാണ് നമുക്ക് ആ ക്ലാസ്സും അവിടുത്തെ സ്റ്റുഡൻസ് തമ്മിലുള്ള കോപ്പറേഷനും ഒക്കെ സാറ് നന്നായിട്ട് കൊണ്ടുപോയി. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ എല്ലാ സബ്ജക്റ്റും പാസ്സായി പോയിട്ട് കാര്യമില്ലല്ലോ, ഇതും കൂടെ പാസ്സാവണല്ലോ. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹുവിനും തുറന്ന് അറബിക് വില്ലക്കും താങ്ക് യു.